അപ്പൊ ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ ലൈക്ക് ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. ലൈക്ക് അടിച്ച ലൈഫ് ചേഞ്ച് ആവുന്ന പറഞ്ഞു. ഒരു ലൈക്കില് എന്റെ ലൈഫ് ചേഞ്ച് ആയി. ഞാൻ ആ ലൈക്ക് ചെയ്തപ്പോ അപ്പൊ തന്നെ പ്രപ്പോസ് ചെയ്തത്. പക്ഷെ ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ അയച്ചു തരോ പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫോട്ടോ അയച്ച. പക്ഷേ കയ്യില് ബ്ലേഡില് എന്റെ പേര് ട്രൂ ലവ് കാണിക്കണ്ടേ. അങ്ങനെ എഴുതിയതാണ്. ഇത് ബ്ലഡ്, അപ്പുക്ക് ബ്ലഡ്. അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഭയങ്കര കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ആളല്ല അപ്പുക്കുട്ടൻ, നമ്മള് അപ്പു അല്ല, ലെവലാണ് ആള്. വീട്ടിൽ ചോറുണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ അമ്മായിയമ്മ പോരൊക്കെ കേട്ടിട്ടുണ്ട്. നാത്തൂൻ പോരും അത് എന്റെ നാട്ടിലും ഉണ്ട്. അത് എല്ലാ സ്ഥലവും പോയി എല്ലാ സ്ഥലവും ഉണ്ട്, മാറ്റാൻ പറ്റില്ലല്ലോ. ഈ വീടും പരിസരവും ഒക്കെ കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ കാതിൽ വരുന്നത് കുറെ കിളികളുടെ ഒച്ച. സൈഡിലൊക്കെ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട്. മോളിക്കുട്ടി പറഞ്ഞേ, അമ്മേ പറ. നല്ല അടിപൊളിയായിട്ട് പറയും മലയാളം. അയ്യോ തെറി നല്ല പക്കയായിട്ട് പഠിച്ചിട്ടുണ്ട് മലയാളം. अप्पूकुटा राम्रो छ, मलाई धेरै माया गर्छ, मलाई राम्रोसँग हेर्छ लाइफमा. ദിലീപേട്ടന്റെ സിനിമയാണോ ഇഷ്ടം? സിഐഡി മൂസയൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഡയലോഗ് പാട്ട് അങ്ങനെ ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് ദിലീപ് ചേട്ടൻ്റെ മൂവി കണ്ടു ഭയങ്കര സന്തോഷം. ഭയങ്കര നമുക്ക് ചിരി, ഭയങ്കര സന്തോഷം. നമുക്ക് മുടേ മാറും. കളകള മുഴുകും ഒരു അരുവിയിൽ അലകളിൽ. അയ്യോ ഞാനത് പതിയെ പറഞ്ഞു. കളകര മുഴുകും ഒഴുകും ഒരു അരുവിയിൽ അലകളിൽ. അയ്യോ പറ്റില്ല. പഠിച്ചോ. ശരി, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും തിരിച്ച് നേപ്പാളി വല്ലതും പഠിച്ചോ? ഇതിനെന്താ പറയണം? അതെന്താ പറയുക? മറന്നുപോയില്ലോ. ഇത് രമ്പട. ഹലോ, നമ്മളെ കാത്തു നിന്നിട്ട് പണിയൊക്കെ നടത്താണ്. അതെ, മാങ്ങയൊക്കെ ഒരുപാടുണ്ടല്ലോ. മാങ്ങ കുറച്ചുണ്ട്, കൊറേ ഇല്ലേ ഈ പ്രാവശ്യം കുറവാ. ആണോ? സോയി മാവ് അപ്പുറത്താണെങ്കിലും മാങ്ങ ഇപ്പുറത്താണല്ലോ. ശരിക്കും മാങ്ങ അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ പകുതി എന്റെ വീട്ടിലല്ലേ, അപ്പൊ എന്റെ മാങ്ങ. സോയിയുടെ മാങ്ങയാണ് ശരിക്കും ഇത്. പകുതി എന്റെ മാങ്ങ, പകുതി അപ്പുറത്തെ വീട്ടിലേക്ക് മാങ്ങ. അപ്പൊ എന്റെ ആയില്ല പകുതി. അതെ, അമ്മച്ചി ഓട്ടിക്കും കേട്ടോ. ഈ കൃഷി വേറെ എന്തൊക്കെയാ ഉള്ളത് ഇവിടെ? കൃഷി ഇതേ തക്കാളി ഉണ്ടോ, തക്കാളി. ഇത് റംബുട്ടാൻ, പിന്നെ ഇത് പേരക്ക, ഇത് മാങ്ങ, ഇത് സൈഡിൽ ഒരു എന്താ പറയാ, ഇത് വരനങ്ങ. പിന്നെ ഇത് എന്റെ നാട്ടിക്ക് മുളക് കേട്ടോ, നല്ല എരിവ് മുളക്. അവിടുന്ന് വന്നതാ? ഞാൻ അവിടെ കൊണ്ടുവന്നു. ഓ, പിന്നെ ഇതും മാങ്ങ. ഓ, അപ്പൊ അവിടുന്ന് അത് മാത്രമേ, മുളക് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ? അവിടെ ആ മുളക് മാത്രം. പിന്നെ മേലെ ഉണ്ടോ കുറച്ച് കൃഷി. അതെന്തൊക്കെയാ? അവിടെ മുളകുണ്ടോ കുറച്ച്, പിന്നെ കുറച്ച് തക്കാളി. എല്ലാം സോയി തന്നെ നോക്കണേ. എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടം, ചെടി ഇഷ്ട, കൃഷി ഇഷ്ട. അപ്പോ ഇൻകേസ് ഞാൻ സ്ഥലം ഇല്ലല്ലോ, അപ്പൊ ഞാൻ ഒക്കെ മണ്ണ് കൊണ്ടുപോകണം. എല്ലാരും ഹെൽപ്പ് ചെയ്യും, ഒട്ടൊക്കെ പറ്റൂല. അപ്പൊ ഞാൻ മേലെയും കുറച്ച് ചെയ്യും, പിന്നെ താഴെയും കുറച്ച്. അടിപൊളി. രണ്ടും നിങ്ങളുടെ തന്നെ പറമ്പാണ് ഇത്? രണ്ടും ഇത് മോക്ക് കൊടുത്തത് 5 സെന്റ് സ്ഥലം. അപ്പൊ നിങ്ങൾ കുടുംബത്തോടു കൂടിയാണ് ഈ ബ്ലോഗിൽ വരുന്നത്. അങ്ങനെയാണ് ആദായകരമാക്കുന്നത് അല്ലേ? അപ്പൊ മോക്ക് 5 സെന്റ് സ്ഥലം കൊടുത്തിട്ട് അവള് പെര വന്നിട്ട് താമസിക്കാം. ഇവൻ ആണ് ഇവിടെ ഒരു എറണാകുളത്ത് പിന്നെ ഇതായിരുന്നു, എന്നാ ബ്യൂട്ടീഷ്യനായിരുന്നു. അവിടെ വെച്ച് ഇവള് കണ്ടുകൂട്ടി രണ്ടുപേരും കൂടി ഇവിടെ വന്ന് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങക്ക് സമ്മതമായി, കല്യാണം കഴിച്ചു കൊടുത്തു. ഓ, അടിപൊളി. തോന്നണ്ട? ഇപ്പൊ ബുദ്ധിമുട്ട് ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടാ, ഇതിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അമ്മച്ചിയെ കണ്ടപ്പോ ഞങ്ങക്ക് മനസ്സിലായി, ഞങ്ങളെ കണ്ട അമ്മച്ചിക്ക് മനസ്സിലായില്ല. സെലിബ്രിറ്റികൾ അങ്ങനെയാണ്. സെലിബ്രിറ്റിയാണ് അമ്മച്ചി. എങ്ങനെ പോകുന്നു നമ്മുടെ നേപ്പാളി കുട്ടി? കുഴപ്പമില്ലാന്നേ ഉള്ളൂ, നല്ലതാണ്. സത്യം പറയുന്നുട്ടോ, കുഴപ്പമില്ല. നല്ല ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനും എടുക്കാനും എല്ലാത്തിനും നല്ലതാണ്. എല്ലാം കൊണ്ടും ഒരു കുഴപ്പമില്ല. അല്ല, നമ്മൾ ഈ മലയാളിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളം പറഞ്ഞു കൊടുത്ത് മടുത്ത് വന്നപ്പോ തുടങ്ങി നമുക്കൊന്നും ഇവിടെ പറയണത് നമുക്ക് തിരിയില്ല, നമ്മൾ പറഞ്ഞ ബുക്ക് തിരിയില്ല.
ഇവിടെ എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോ ഒക്കെ തൊട്ട് കാണിച്ചു തരും തന്നെ. ആദ്യം. അപ്പൊ ഞാൻ പറയാൻ എടുത്തോ, പിന്നെ പേരും ഒക്കെ പറഞ്ഞു കൊടുത്തു ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. എന്നാലും ശരിക്കും മലയാളം അങ്ങ് ആയിട്ടില്ല. ശരിക്കും ഏലിക്കുട്ടിയാണ് ശരിക്കും നേപ്പാളി കുട്ടിയെ മലയാളം പഠിപ്പിച്ചെന്നാണ് പറഞ്ഞത്. മലയാളം അത് ഞങ്ങക്ക് പണിയൊന്നുമില്ല. പണി ഇവിടുന്ന് അവള് ജോലിക്ക് പോകും. എന്റെ വീട്ടിൽ ആരും ഇല്ലല്ലോ. കൊച്ചു പഠിക്കാനും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില്. ഞങ്ങൾ രണ്ടുപേരല്ലേ ഇവിടെ ഉള്ളൂ, പിന്നെ വേറെ ആരും ഇല്ലല്ലോ. മലയാളം പറഞ്ഞു പഠിച്ചോ, ഫുഡ് ഉണ്ടാക്കാൻ എല്ലാം പഠിപ്പിച്ച്. ശരി, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും തിരിച്ച് നേപ്പാളി വല്ലതും പഠിച്ചോ? നേപ്പാളി പറഞ്ഞു ഇതിനെന്താ പറയണ മറന്നുപോയില്ലോ. നീ എന്നോട് പറഞ്ഞേ. അതെന്താ? ഇത് തക്കാളി. കളി ഞാൻ മറന്നുപോയി അല്ലേ, അത് ഓർമ്മ കിട്ടൂല. അപ്പൊ കുറ്റം പറഞ്ഞില്ലേ തിരിച്ച്? മലയാളം പറഞ്ഞു കൊടുത്തു മടുത്തു എന്ന് പറഞ്ഞു. നേപ്പാളി പറഞ്ഞു പഠിപ്പിച്ച് മടുത്തു അല്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞു തന്നോളൂട്ടോ, ഒറ്റ പ്രാവശ്യം പറഞ്ഞു തന്നോളൂ. മുളകിന് ഇത് രമ്പട. എന്താണ് രമ്പേട. ഓ, അടിപൊളി. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ രീതികളൊക്കെ പഠിച്ചോ? എല്ലാം പഠിച്ച് ഇനിയിപ്പോ പഠിക്കാനും കറികൾ വെക്കാനും എല്ലാം പഠിപ്പിച്ച്. പക്ഷെ തിരിച്ച് സോയിയുടെ കറികൾ എന്തെങ്കിലും പഠിച്ചാ? അമ്മച്ചി കറിയൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല. അതാണ്, അത് മോശമായി പോയി. നമ്മൾ ഒരാളെ കൊണ്ടുവന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുത്തിട്ട് അല്ല നമ്മുടെ എല്ലാം പഠിക്കണ്ടേ? അവള് ഇവിടെ നിൽക്കുമ്പോ നമ്മുടെ ഇതാണ് അവള് പഠിക്കേണ്ടത്. അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലാണ്ട് അവരുടെ ഇതല്ല പഠിക്കുന്നത്. അവരുടെ കറികൾ നമുക്ക് പറ്റില്ല. ഒരാളെ കൊണ്ടുവന്നിട്ട് നമ്മള് അയാളെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളും കൂടെ എടുക്കണം. പക്ഷെ അത് പുള്ളിക്കാറ്റിന്റെ കറികളൊക്കെ വെച്ച ഇവിടെ ആർക്കും ഇഷ്ടാവൂലല്ലോ. അവരുടെ ഭക്ഷണം പക്ഷെ നമ്മളെ കറിയൊക്കെ സോയിക്ക് ഇഷ്ടപ്പെട്ടല്ല. ഭയങ്കര ഇഷ്ടാ. മാങ്ങയൊക്കെ പാല് കഴിഞ്ഞാൽ സൂപ്പർ. ഇതിലെ കാര്യത്തിൽ അപ്പുവിന്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. അപ്പു ശരിക്കും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു, തിരിച്ച് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്? അപ്പു എന്തൊക്കെയാണ് സോയിയുടെ? സത്യം പറഞ്ഞാൽ ഞാൻ മലയാളം പഠിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. അത് കാരണം അറിയാലോ, സംഭവത്ത് കുടുംബകലം വരുന്നത് പേടി, അതുകൊണ്ട് പഠിപ്പിച്ചേ ഇല്ല. പക്ഷെ ഇത് എന്തോ ഇവിടെ വന്നിട്ട് ഇവിടെ പഠിച്ചു പോയി. അത് അമ്മയായിട്ടുള്ള ഇതില് ലാംഗ്വേജിൽ പഠിച്ചു പോയി. പഠിക്കണമല്ലോ, നമുക്ക് സംസാരിക്കണം എന്നുള്ള ഒറ്റയ്ക്കല്ലേ, വേറെ ആരും ഇല്ല. വേറെ ആരും ഇല്ല, ഉള്ള ഫ്രണ്ട്സും ഇല്ല, അങ്ങനെയില്ല. പക്ഷെ ഇപ്പൊ ഇത് യൂട്യൂബ് തുടങ്ങിയപ്പോ എന്റെ കുറച്ച് നേപ്പാളി ഫ്രണ്ട്സിന് കിട്ടി ഇവൾക്ക്. അപ്പൊ അവർ വീട്ടിൽ പോയി സംസാരിക്കും, അങ്ങനെയൊക്കെ അത് പോകാറുണ്ട്. അപ്പൊ അത് വലിയ സന്തോഷമായി. മൊത്തത്തിൽ അവൾക്ക് ഒരു കുടുംബം കുറച്ച് കിട്ടി, അമ്മമാരായാലും അച്ഛന്മാരായാലും കുറച്ച് കിട്ടി. അതിനെ സന്തോഷമുണ്ട്. അപ്പൊ അവര് വിളിക്കുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. ഇപ്പൊ ടൈം പാസ് അത് കിട്ടുന്നുണ്ട് അവർക്ക്. ഈ വീടും പരിസരവും ഒക്കെ കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ കാതിൽ വരുന്നത് കുറെ കിളികളുടെ ഒച്ച. സൈഡിലൊക്കെ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷെ ഇവര് ഞങ്ങൾ അകത്തേക്ക് ക്ഷണിക്കാൻ നിന്നപ്പോൾ ഞങ്ങൾ വേണ്ട, പുറത്ത് നമ്മൾ കണ്ടിട്ട് അകത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. ഒരു ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നിപ്പുണ്ടായിരുന്നു നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വന്നിട്ട് ഈ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടത്തും എന്നുള്ളത് ഇവർ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയോ, നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. കിളികളൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. എല്ലാത്തിനും ആരൊക്കെയാ നോക്കണേ? രണ്ടുപേരും കാണിക്കാവോ അതൊക്കെ? ഈ കിളികളുടെയൊക്കെ അവകാശം ആരാ? ഞാനും പിന്നെ സിസ്റ്റർ ആൻസി രണ്ടുപേരാണ് നോക്കുന്നത്. മേടിച്ചു കൊടുക്കും അപ്പുകുട്ട, എല്ലാം മേടിച്ചു കൊടുക്കും. ബേർഡ്, പ്ലാന്റ് ഒക്കെ ചെയ്ത് കൊടുക്കും. പക്ഷെ നോക്കൂല, തിരിഞ്ഞു നോക്കൂല. പക്ഷെ എന്നിട്ട് വന്ന് കൊഞ്ചിക്കൊക്കെ ചെയ്യുവോ? വല്ലവരും പക്ഷെ നന്നായി മലയാളം പറയുന്നുണ്ട്. അതിന്റെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആർക്കാ കൊടുക്കേണ്ടത്? സോയിക്ക് തന്നെയാണ് കിട്ടേണ്ടത്. കിറ്റനും പക്ഷെ എലുകുട്ടിക്ക് കൊടുക്കാം, അമ്മച്ചിക്ക് കൊടുക്കാം. അമ്മച്ചി ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നല്ലേ. പക്ഷെ പൊതുവിൽ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷ, ഭയങ്കര ബുദ്ധിമുട്ട്. പണ്ട് ഫസ്റ്റില് ഭയങ്കര ടഫ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പം ഭയങ്കര ടഫ് ഉണ്ട്. നമുക്ക് ചില വാക്ക് സംസാരിക്കാൻ വരില്ല, തങ്ങ് നമുക്ക് വരുന്നില്ല. അപ്പൊ പക്ഷെ ട്രൈ ചെയ്യണം. അല്ലെ, ഇത് അത്ഭുതകരമായ മാറ്റമാണ്. ഇത്രയൊന്നും പിക്ക് ചെയ്യുമെന്ന് വിചാരിക്കണില്ല. കാരണം നേപ്പാളിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇത്രയും നന്നായിട്ട് ഭാഷ സംസാരിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടാണ്. അല്ല, ഈ നേപ്പാളി കണക്ഷൻ എന്താ? ഞാൻ നേപ്പാളി തന്നെ, ലാംഗ്വേജ് നേപ്പാളി ഉണ്ട്. പക്ഷെ ഞാൻ ജനിച്ചത് ഇന്ത്യ. നമുക്ക് എല്ലാരും എന്റെ പാരന്റ്സ് റിലേറ്റീവ്സ് എല്ലാരും ഇന്ത്യയില്. ഇന്ത്യയിൽ എവിടെയാട്ടാ? കാലിംപോങ് പറയുമ്പോ മനസ്സിലാവൂലേ, ഡാർജിലിംഗ് പറയുമ്പോ മനസ്സിലാവും. മോളിക്കുട്ടി പറഞ്ഞേ, അമ്മേ പറ. മിണ്ടൂല? എന്താച്ചോ മിണ്ടൂലല്ലോ?
അല്ല ഈ അപ്പു എന്ന് വിളിക്കുന്നത് മറ്റേ അപ്പുക്കുട്ടനാണോ? നമ്മുടെ അക്കോസേട്ടൻ അപ്പുക്കുട്ടൻ ആ, എങ്ങനെ അപ്പു എന്ന് പറഞ്ഞ പേര് വന്നേ അതറിയോ? യോധ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല, അപ്പൂന്ന് പേര് വന്നത് ഇവന്റെ മുണ്ടക്കയത്തെ വീട്ടിന്റെ അടുത്തൊരു പിള്ളേരുണ്ടായിരുന്നു. അപ്പു സിനിമ ഇറങ്ങിയായിരുന്നില്ലേ? ആ, അപ്പു. അപ്പു മമ്മൂട്ടിയുടെ ഒരു സിനിമ, പപ്പയുടെ സ്വന്തം പപ്പ സ്വന്തം അപ്പൂസ്. ആ സിനിമയുടെ പേര്, ആ പിള്ളേരിട്ട പേരാണ് ഇവൻ. അങ്ങനെ ചരിത്രം ഉണ്ടായി. സ്വന്തം പേരിന്റെ ചരിത്രം ഇപ്പോഴാണ് ആ മനസ്സിലായത്. പിള്ളേരാണ് വേണ്ടി വന്നു. അപ്പൂസെ അപ്പൂസെ. പിന്നെ എന്നും എല്ലാം ആരും അപ്പൂസെ അപ്പൂസെ എന്ന് വിളിച്ചാൽ. ഓ അങ്ങനെയാണ് അപ്പൂസ് എന്ന് പറഞ്ഞ പേര് വന്നത്. ശരി. പിന്നെ ഇവള് പിന്നെ വന്നപ്പോ അപ്പൂസെ അപ്പൂസെ എന്നായി. ഞാൻ അപ്പുക്കുട്ട വിളിക്കും. അപ്പുകുട്ടാന്ന് വിളിക്കും അല്ലേ? അകത്തേക്ക് പോവാം. അപ്പൊ ശരിക്കും ഈ നേപ്പാളി നേപ്പാളി എന്ന് പറയുന്ന വിളി സത്യത്തിൽ ആവശ്യമില്ലാത്തതാണ് അല്ലേ? ആവശ്യമില്ല. ഇന്ത്യക്കാരിയാണ്, വെസ്റ്റ് ബംഗാളിലാണ്. അപ്പൊ അല്ല, പിന്നെ ആ സംഭവം നമ്മൾ വെക്കാൻ കാരണം വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ സ്ഥലങ്ങളിൽ മൊത്തം നേപ്പാളി നേപ്പാളിനെ വിളിച്ചോണ്ടിരുന്ന എല്ലാരും. ഇപ്പോൾ കാണുന്ന എല്ലാവരും നേപ്പാളി വിളിക്കണേ ലാംഗ്വേജ് പറഞ്ഞിട്ട്. ശരിക്കും നേപ്പാളി ഞാൻ ശരിക്കും മനസ്സിലായി. നേപ്പാളി അത് മനസ്സിലായി. വിളിക്കില്ല ആൾക്കാര്, നിങ്ങളെ പോലെ ആൾക്കാർ നേപ്പാളിനെ വിളിക്കണേ. അത് നേപ്പാളി പെണ്ണ് അങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെ വിളിച്ചു. അപ്പൊ നമ്മൾ എല്ലാ ആൾക്കാരും അങ്ങനെ പറയില്ലേ, ഈ നേപ്പാളി ചൈനക്കാരി അങ്ങനെ പറയും, ഹിന്ദിക്കാരി. പിന്നെ ഈ വീഡിയോ തുടങ്ങിയപ്പോ കൊച്ചാണ് ഇവിടെ പേരിട്ട് നേപ്പാളി മലയാളി എന്ന്. ഇട്ടത് അവിടെ. നമ്മള് സത്യം യൂട്യൂബാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻസ്റ്റയിലൊന്നും പ്ലാൻ ചെയ്യില്ലായിരുന്നു. അത് കുറെ പേര് കോൺടാക്ട് നമ്പർ വെച്ചു, കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റ ഐഡി കൊടുക്കാമല്ലോ, ചാറ്റ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ ഹലോ, ഇതാ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് എന്റെ അഞ്ചേച്ചി. ആ ഈ വീഡിയോസില് ഇയാള് വരാറുണ്ടോ? സത്യം പറഞ്ഞാൽ ആൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ആൾക്ക് എങ്ങനെ സംസാരിക്കാൻ അങ്ങനെ അറിയില്ല. ചില സമയത്ത് മൂടക്കുളപ്പ് വരും. പിന്നെ അവൾക്ക് ഫോണുണ്ട്, അവളുടെ കൂട്ടുകാരോട് ചാറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വീഡിയോ കോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഫോണിലായിരിക്കും ആള്. ഇപ്പൊ എന്താ പഠിച്ചതൊക്കെ? ഡിഗ്രി പഠിച്ചു. BSc കഴിഞ്ഞ് ജോലി തേടുകയാണ്. അപ്പൊ ജോലി നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആയ ജോലി വന്ന് തുടങ്ങിയിട്ടില്ല. അതാണ്. സോയിയായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലേ? ഒരു കൊച്ചായിട്ട് എല്ലാം എന്നിട്ടും എന്താ സോയി വീഡിയോയിൽ നിൽക്കാത്തതെന്നൊന്ന് ചോദിച്ചേ. വീഡിയോയിലേക്ക് അത്ര വലിയ ഇതില്ല, വന്നാ പറയില്ലല്ലോ. എല്ലാവരും വരും. എന്ത് ജോലിയാ ഇപ്പൊ തേടണേന്ന് ചോദിച്ചേ. എനിക്ക് ജോലി എവിടെയെങ്കിലും കിട്ടാൻ മതി. വീട്ടിൽ നിന്ന് ചോറുണ്ടാവില്ല. ജോലിയൊന്നും വേണ്ട. ജോലി വേണ്ടേ. നമ്മൾ ഡ്രീം ചെയ്യുന്നത് കിട്ടുന്നില്ല. അതാണ് ഒരു സങ്കടം. അത് പുറത്തു പോകണം, അത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, അത് ലൈഫ്. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ ആളുകൾ വിശ്വസിച്ച് അങ്ങനെ വിടും, കാരണം സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് നമുക്കൊരു പേടി. ഇവിടെ അതിന്റെ മെയിൻ റീസൺ അതാ. ഓ അങ്ങനെ നിൽക്കുക. അപ്പൊ നിങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാണ് സത്യം പറഞ്ഞാൽ. സോയിയായിട്ട് ഭയങ്കര കൂട്ടാണ്. അടിയൊന്നും കൂടുതൽ നിങ്ങൾ തമ്മിൽ? അടിയൊന്നുമില്ല. എത്ര 5 year ആയി, പക്ഷെ ഓരോ ടൈം അടി ഒന്നുമില്ല. എനിക്ക് ഹെൽപ്പ് ചെയ്യും. അവള് ക്ലീനിങ്, പിന്നെ കൊച്ചൊക്കെ കാര്യമൊക്കെ നോക്കി പിന്നെ ഹെൽപ്പ് ചെയ്യും, ഒക്കെ ചെയ്ത് കൊടുക്കും. ഒന്നും പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ അമ്മായിയമ്മ പോരൊക്കെ കേട്ടിട്ടുണ്ടോ? നാത്തൂൻ പോര്, അത് എന്റെ നാട്ടിലും ഉണ്ട്. അത് എല്ലാ സ്ഥലവും പോയി എല്ലാ സ്ഥലവും ഉണ്ട്, മാറ്റാൻ പറ്റില്ലല്ലോ. ഞാനത് ലാംഗ്വേജ് പ്രോബ്ലം ആയതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല കൊണ്ടെന്നാണ്. അങ്ങനെ ഒരു ആശ്വാസവും കൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞു കേട്ടോ, മനസ്സിലായി സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് പേടിയാണ് സാമ്പത്തിക ജീവിതം, കുടുംബത്തിലേക്ക് പേടിയാ. കേട്ടു വളർന്നതല്ല. അപ്പൊ അതുകൊണ്ടൊരു പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആളെ ഞാൻ അങ്ങനെ ഞാൻ ചെറുപ്പത്തിലേ പ്ലാൻ ചെയ്തതാ, പുറത്തുനിന്ന് പെണ്ണ് മതി മാക്സിമം. ഇതുവെല്ലാം അറിയോ? അറിയാറിയല്ലേ. ചെറിയ ആളല്ല അപ്പുക്കുട്ടൻ, നമ്മള് അപ്പു അല്ല, ലെവലാണ് ആള്. അല്ല ശരിക്ക് എങ്ങനെയാണെന്ന് പരിചയപ്പെട്ടതെന്ന് പറയൂ. ഞാന് വൈറ്റ്ല പണ്ട് ഗോൾസ് നമുക്ക് വൈറ്റ്ല അവിടെ വന്നാണ് വർക്കിംഗ്. അപ്പൊ അവിടെ പുള്ളിക്കാരത്തിയും അത് പുള്ളിക്കാരൻ അപ്പുക്കുട്ട പറയും. അപ്പുക്കുട്ടൻ അത് മതി. പിന്നെ ആ ടൈം എങ്ങനെയാ? അല്ല പുള്ളിക്കാരത്തി അതിന്റെ വ്യത്യാസം ഇതുവരെയും മനസ്സിലായിട്ടില്ല. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ മെയിലാണ്, പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ. ഇടയ്ക്ക് അവളെന്ന് എന്നോട് പറയണം. ഞാനൊരു വീഡിയോയിൽ കണ്ടു അവള്. അവരെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്, അല്ലെങ്കിൽ അയാളെന്ന് പറയാല്ലേ, അത് കുഴപ്പമില്ല. എന്നാ പറഞ്ഞോ, ബാക്കി പറയാം. പിന്നെ അപ്പുക്കുട്ട അവിടെ വന്നായിരുന്നു. അപ്പുക്കുട്ട ആ ടൈം ട്രെയിനിങ് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സീനിയർ ഉണ്ടായിരുന്നു. ആ ടൈം നമുക്ക് ജസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു.
കുറച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ 1 year വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോയമ്പത്തൂർ പോയി. അവിടെ വർക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ദിവസം ഫേസ്ബുക്കിലെ ഫോട്ടോ കണ്ടു. അപ്പൊ ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ ലൈക്ക് ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. ലൈക്ക് അടിച്ച ലൈഫ് ചേഞ്ച് ആവുമെന്ന് പറഞ്ഞു. ഒരു ലൈക്കില് എന്റെ ലൈഫ് ചേഞ്ച് ഇത് കാത്തു വെച്ചിരിക്കുകയായിരുന്നു ഒരാളെ കിട്ടാൻ വേണ്ടി. ബാക്കി കഥ പറയേണ്ടത് അപ്പുവാണ്. അലക്സ് എന്നല്ലേ ശരിക്കും? അലക്സ്, ബാക്കി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത് ഈ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട്? ബാക്കി എന്താ, ഞാൻ ആ ലൈക്ക് ചെയ്തപ്പോ ഒരു അപ്പൊ തന്നെ പ്രപ്പോസ് ചെയ്തത്. ലേറ്റ് ആയിക്കില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. ലൈക്ക് എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ലൈക്ക് അല്ലേ? ഫേസ്ബുക്ക് ലൈക്കിനെ എങ്ങനെ പ്രപ്പോസലാക്കി മാറ്റും? അതിനൊരു മിടുക്ക് വേണ്ടേ? ഒരു ഫേസ്ബുക്ക് ലൈക്ക് എന്ന് പറയുന്ന ഒരു സാധാരണ സംഭവം അല്ല. ഫേസ്ബുക്ക് ലൈക്ക് വന്നപ്പോ ഈ പരിചയമുള്ള പേര് സോനം, ഞാൻ കുറെ സെർച്ച് ചെയ്ത് ഇവിടെ കിട്ടിയില്ല ഫേസ്ബുക്കില്. അപ്പൊ ഇങ്ങോട്ട് ലൈക്ക് കിട്ടപ്പോ ഇയാൾ പെട്ടെന്ന് കത്തി ഇയാളെ. അപ്പൊ എടുത്ത ഇവള് തന്നെ പ്രൊഫൈൽ എടുത്ത് നോക്കിപ്പോ എന്നിട്ട് അത് ചാറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അലച്ച് താങ്ക് യു. അപ്പൊ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഇവള് ഷോക്കായി. പെട്ടെന്ന് പ്രപ്പോസ് ചെയ്തപ്പോ ഇവളെ ചേട്ടനായിട്ട് എന്താ ചേട്ടനായിട്ട് ഇല്ല, ഫ്രണ്ട് പക്ഷെ വിളിക്കുമ്പോ ചേട്ടാ ചേട്ടാ വിളിക്കും. അതിവിടെ എല്ലാവരും അങ്ങനെ വിളിക്കണം, ചേട്ടാ അങ്ങനെ എല്ലാവരും. റെസ്പെക്ട്. അപ്പൊ അതിന്റെ ബാക്കി ഈ ഉടനെ ഈ ലൈക്ക് ചെയ്ത ഉടനെ ഇങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് വരും എന്നുള്ളത് ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു? ഷോക്കിംഗ് ആയി. ആ ടൈം ഞാൻ നെറ്റ് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അപ്പുകുട്ടങ്ങൾക്ക് എന്താ പ്രാന്തായോ എനിക്ക് പ്രപ്പോസ് ചെയ്യുന്നുണ്ടോ, ഞാൻ അങ്ങനെ വിചാരിച്ചു. പിന്നെ ആ ടൈം ഞാൻ വേണ്ട, എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടോ, നിനക്ക് ഹിന്ദി അറിയില്ലേ, എനിക്ക് മലയാളം അറിയില്ലേ. ആ ടൈം ഞാൻ തമിഴ് സംസാരിക്കുന്നുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ആ ടൈം ഞാൻ പറഞ്ഞു ഭാഷ അറിയില്ലല്ലോ, ഇങ്ങനെ ലവ് ചെയ്യും. അപ്പം ഞാൻ നിനക്ക് ഫ്രണ്ട് മാത്രം കണ്ടിട്ടുണ്ടോ, അങ്ങനെ രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അപ്പു പറഞ്ഞു നീ ജസ്റ്റ് നോക്കൂ, എത്ര ടൈം എടുക്കൂ, കുഴപ്പമില്ല, നീ പതുക്കെ എനിക്ക് റിപ്ലൈ തന്നാൽ മതി പറഞ്ഞു. ഇത് കൊടുത്ത അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ബുദ്ധിമുട്ടിച്ചോണ്ട് ഐ ലവ് പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ തട്ടിയെടുത്തതാണ്. അപ്പോ ഈ ഫേസ്ബുക്ക് വഴി ലൈക്ക് ചെയ്ത ഒരാളെ പ്രപ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഐ ലവ് യു പറയാന്നൊക്കെ പറയുന്നത് കുറച്ച് മിടുക്ക് വേണ്ട പരിപാടിയാണ്. മിടുക്ക് വേണോ, അതുപോലെ കുറച്ച് ധൈര്യം വേണം. പിന്നെ നമുക്ക് ഇങ്ങനെ പുറകെ നടക്കുന്ന ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. പെട്ടെന്ന് പറയാം, ആൻസർ കിട്ടിയാൽ ഓക്കെ. പക്ഷെ ഇവിടെ വെയിറ്റ് ചെയ്യാനാ പറഞ്ഞത് എന്നോട്. നമുക്ക് നോക്കാം, ഫ്രണ്ടായിട്ട് പോകാന്ന് പറഞ്ഞാൽ അല്ലാണ്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല. ചിലവരോട് സ്റ്റോപ്പ് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയാൻ പോകില്ല. അതാണ് നമ്മുടെ ലൈഫ്. പുറത്ത് വെറുതെ ടൈമുകൾ തന്നെ അടുത്തടുത്ത് നോക്കിയിട്ട് പോകണം. പിന്നെ ഒരാളെ ഫിക്സ് ആയ പിന്നെ അവര് നമ്മുടെ ലൈഫുള്ളത്. പിന്നെ ഞാനിപ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കായാലും ഒരു പ്രോമിസ് കൊടുക്കണ്ടായിരുന്നു, പക്ഷെ അത് വിശ്വസിച്ചില്ല. പക്ഷെ ആ പ്രോമിസാണ് ഞാൻ ഇപ്പോൾ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും എന്താ ആവശ്യം അവർ മുന്നോട്ടായാലും ലേറ്റ് ആയാലും കൊടുക്കും. അതാണ് നമ്മുടെ ഒരു ലൈൻ. അതിനെ പറ്റി അഭിപ്രായം പറയേണ്ടത് സോയിയാണ്. ശരിക്കും അന്ന് തന്ന വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റുന്നുണ്ടോ? എല്ലാം ചെയ്യുന്നുണ്ട്. അന്ന് പറഞ്ഞൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും ആളെന്ന് പറയുന്നതിൽ നിന്ന് അന്ന് പറഞ്ഞതിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസമുണ്ട്? നന്നായിട്ട് നോക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരയിപ്പിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് കരയിപ്പിക്കില്ല പറഞ്ഞിട്ട് വില പറയും, ഫൈറ്റിംഗ് ആവുമ്പോൾ കരയും. പക്ഷെ നന്നായിട്ട് നോക്കും. എനിക്ക് ഓരോ ഇതും കുറവ് തന്നിട്ടില്ല, ഒക്കെ ചെയ്ത് കൊടുക്കും. അത് അപ്പൊ തീരുമാനം തെറ്റായി പോയില്ല. ഇല്ല. പക്ഷെ എന്നിട്ടും ഈ പറയുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമായിരുന്നല്ലോ. അന്ന് ലൈക്ക് ചെയ്ത ഒരാളെ പ്രപ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അത്ഭുതപ്പെട്ടു. അയാൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. ഫ്രണ്ടായിരുന്നു, ശരിയാണ്, അത്തരത്തിലുള്ള പരിചയമൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാ തീരുമാനം എടുത്തേ? തീരുമാനം എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ വർക്കിംഗ് ടൈം എനിക്ക് റൂംമേറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ലവ് ചെയ്തോ വാസാരി കുഴപ്പമില്ല, ലവില് നമുക്ക് വാസം ഒന്നും നോക്കണ്ട പറഞ്ഞിട്ട് ലവ് ചെയ്യും, നീ സംസാരിക്ക പതുക്കെ സംസാരിക്കും പറഞ്ഞു. പക്ഷെ ശരിക്കും അങ്ങനെ ആയിപ്പോയി, നമുക്ക് ലവ് ആയിപ്പോയി. പക്ഷെ സത്യം പറഞ്ഞ ഞാൻ പ്രപ്പോസ് ചെയ്തല്ലോ. ഈ പ്രപ്പോസ് ചെയ്തപ്പോ എനിക്ക് ഇവളുടെ ക്യാരക്ടറിൻ്റെ ഞാൻ പ്രേമിച്ചത്. പക്ഷേ അവൾക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ സ്നേഹിക്കണക്ക് മുമ്പ് അവളുടെ ലൈഫ് സ്റ്റോറി ഒക്കെ പറയുമല്ലോ. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷമല്ല, സങ്കടം തോന്നി. ഐ മീൻ ഒരു ഷെയർ ചെയ്തല്ലോ, ഒന്നും ഒളിച്ചു വെച്ചില്ല. അപ്പം ഷെയർ ചെയ്ത് അത് തന്നെ നമുക്ക് ഭയങ്കര ഇതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇവള് മതി, വേറെ ആരും ഒന്നും ഷെയർ ചെയ്തില്ല. ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷെ ഇവളുടെ മെയിൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്കൊരു ഇതായിപ്പോയി. അപ്പം അതുകൊണ്ട്
അപ്പൊ ഞാൻ അതുകൊണ്ട് എന്റെ ലൈഫിലോട് സ്വീകരിച്ചു. ഞാനത് വേറെ ആരോടും പറഞ്ഞിട്ടുമില്ല. ഞാൻ എപ്പോഴും പ്രോമിസ് കൊടുത്തിരുന്ന ഒരു കേസാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പം ശരിക്കും ഇങ്ങോട്ട് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ തുറന്നു പറയണമെങ്കിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവണമല്ലോ, ഒരു വിശ്വാസമുള്ള സ്ഥലത്ത്. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? അത് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മളെ സ്വീകരിച്ചാൽ മതി എന്ന് തീരുമാനിച്ചിട്ടാണോ, അതേ ഒരു ട്രസ്റ്റ് തോന്നിയിട്ടാണോ? ട്രസ്റ്റ് തോന്നി. ഫസ്റ്റ് സംസാരിക്കും അപ്പുക്കുട്ടൻ എനിക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ച് സ്വന്തം ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് കാരെങ്കിൽ എല്ലാരും പറയണ്ടേ, ഒളിച്ച് വെക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ ലവ് ആയി അല്ലേ. ലവ് ആയപ്പോ എന്തായാലും ഭാഷയുടെ ഒരു ചെറിയ പ്രശ്നം അന്ന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേഷൻ പൊക്കോണ്ടിരുന്നെങ്കിൽ? ആ ടൈം തമിഴ്, കുറച്ച് ഇംഗ്ലീഷ്, കുറച്ച് തമിഴ്, അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ മലയാളം ഒന്നും മനസ്സിലാവില്ലായിരുന്നല്ലേ? ആ ടൈം മലയാളം മാറിയില്ല. ചേട്ടാ ചേച്ചി അങ്ങനെ മാത്രം മതി. ലവിന് ഭാഷയില്ല. എപ്പോഴും പറയുന്നതാണ് സ്നേഹത്തിനൊരു ഭാഷയില്ല. സത്യം പറഞ്ഞാ 9 മണിക്ക് തുടങ്ങിയ ചാറ്റിങ് 3 മണിക്കാണ് അവസാനിക്കണത്. എന്ത് തേങ്ങയാണ് പറഞ്ഞാൽ ഞാൻ മനസ്സിലാവുന്നില്ല. മിക്ക ഐ ലവ് പറഞ്ഞോണ്ടിരിക്കും. എന്താ ഇത് ഇപ്പൊ അത് ഇങ്ങനെ എന്ത് തേങ്ങയാണ് പറഞ്ഞോണ്ട് ഇത്രയും ലെങ്ത് മനസ്സിലായി. ഇപ്പൊ എനിക്ക് അധികം സംസാരം ഇഷ്ടമല്ല. അധികം സംസാരിക്കുമ്പോ എല്ലാം ഫൈറ്റ് വന്ന ഒരു പേടി നമുക്കുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വെട്ടിക്കൊണ്ട് നടത്തായി. ഇവിടെയാണ് അമ്മ പഠിപ്പിച്ചു കൊടുത്തത്. ഞാൻ അമ്മയെ ഹൈറ്റ് വെച്ച് കളിയൊക്കെ ആയിരുന്നു. കണ്ണാടി അമ്മ ഒന്ന് പറഞ്ഞത് നിനക്ക് എന്റെ ഹൈറ്റിലുള്ള പെണ്ണെ കിട്ടുള്ളൂ. ഇച്ചിരി ഹൈറ്റ് കൂടുതലുണ്ട്. അപ്പൊ അതൊന്നും കളിയാക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന സമയത്ത് ഈ ചാറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴും നമുക്ക് സ്നേഹം തോന്നിയിട്ടാണ് നമ്മൾ വർത്താനം പറയുന്നത്. പക്ഷെ നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ വർത്താനം പറയുന്നത്. പക്ഷെ ഭാഷ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ആ ടൈം ഇല്ല, സങ്കടം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ അയച്ചു തരോ പറഞ്ഞു. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫോട്ടോ അയച്ച. പക്ഷെ കയ്യില് ബ്ലേഡില് എന്റെ പേര് റൈറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ച. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ എനിക്ക് പേടിയായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ നമുക്ക് മുമ്പോട്ട് കൺഫ്യൂഷൻ ആയി പോയി. അപ്പൊ ഒരാഴ്ച വേണ്ടാന്ന് പറഞ്ഞ് നിർത്തി. രണ്ടാമത് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു നിർത്തി. പിന്നെ ഓക്കെ. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നിർത്തി. അപ്പൊ നമുക്ക് സങ്കടം, എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ എന്നാലും പക്ഷേ ഇവളിങ്ങനെ പോകുമ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു തിരിച്ച് ഇനിയും വരും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഫെബ്രുവരി 14 അന്ന് രാവിലെ കോൾ ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് നിന്നെ മതി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല പോലെ, ഇനിയും പോയാലും എനിക്കൊരു പേര് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് പറയണത്. അപ്പോൾ അന്ന് തന്നെ രാത്രി 12 അവസാനിക്കണ മുമ്പ് ഇവള് വിളിച്ചു എനിക്ക് നിന്നെ തന്നെ മതി, ഞാൻ ഫിക്സ് അങ്ങനെ പറഞ്ഞു. എന്നാലും വിശ്വസിച്ചില്ല ഞാൻ. അത് കഴിഞ്ഞിട്ട് മാർച്ച് 22-ാം തീയതി ആളിവിടെ എത്തിയേക്കണം എന്നെ കാണാൻ വേണ്ടി. ഞാൻ ഞെട്ടിപ്പോയത്. അതാണ്. പിന്നെ ഞാൻ വിട്ടില്ല. പിന്നെ അവൾക്ക് കൊടുത്ത പ്രോമിസ് അത് തന്നെ പാലിച്ചു പോയി. പക്ഷെ എന്തെങ്കിലും സോറി പറഞ്ഞോ? കയ്യിലൊക്കെ കോറി വരച്ചതിന് സോറി പറഞ്ഞോ? അത് പറഞ്ഞില്ലല്ലോ. അയ്യോ അന്ന് ഷോക്കായി പോയി. ഇവള് എന്തോ പൊട്ടിക്കറിയാണ് അവിടെ വെച്ചിട്ട്. പേടിയായി പോയി ഞാൻ അങ്ങനെ ചെയ്തിട്ട്. ആളും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പൊ അറിയില്ല ഒരു പോലീസ് കേസ് എന്തെങ്കിലും അങ്ങനെ പേടി ഉണ്ടാവും സമയത്ത്. അപ്പൊ അതിന്റെ ഒരു പേടി ആൾക്ക് വന്നായിരുന്നു. പിന്നെ എനിക്കും തോന്നി ചെയ്തത് കുറച്ച് ഓവറായിപ്പോയി എനിക്ക് തോന്നി. അതുകൊണ്ട് പ്രൂവ് ചെയ്യണം. ഇത് കോമഡി അല്ലേ, എന്തെങ്കിലും പ്രൂവ് ചെയ്ത് കൊടുക്കണമല്ലോ. ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രൂവ് ചെയ്യാം. അങ്ങനെയാണ്. ഇപ്പൊ ഇവളുടെ ബർത്ത്ഡേ ആണെങ്കിലും ബാലൻസ് ഡേയിലേക്ക് ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഇന്ന് വരെ മുടക്കം എടുത്തിട്ടില്ല. ആ പടം മുടങ്ങിയെന്ന് വെച്ചാൽ കൊറോണ ടൈമിൽ മാത്രം മുടങ്ങിയുള്ളൂ. ആർക്കും പറ്റാത്തൊരവസ്ഥയായില്ല. അതുകൊണ്ട് അപ്പൊ ആ സമയത്തൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ ഇപ്പോഴും ആ ഒരു 9 വർഷമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ആൾക്കാർ കാണുമ്പോൾ വ്യൂസിന് വേണ്ടിയാണെന്ന് തോന്നുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ അലീന ഞങ്ങളുടെ ലവും കെയറും കണ്ടിട്ടാണ് ഈ വീഡിയോ യൂട്യൂബിൽ തുടങ്ങാൻ പറഞ്ഞത്. ഈ ഒരു ഇത് ഫൈറ്റ് ഉണ്ടായാലും ഒരു 10 മിനിറ്റ് പോലും വെക്കില്ല നമ്മള്. ലവും കാര്യം. അപ്പൊ ഇവര് അലീന പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് റിയലായിട്ട് വിട്ടൂടെ, അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യാൻ. അന്ന് താല്പര്യം ഇല്ലായിരുന്നു കേസിന്. പക്ഷെ പിന്നെ അതുപോലെ അലീന
Push പുഷ് അങ്ങോട്ട് ഇട്ട്. സോയി ചക്ക ഉണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള ആൾക്കാരെ കാണണം. മലയാളികളെ ചക്ക ഉണ്ടാക്കിയ പോരാ, സോയി ചക്ക. ചക്ക ഭയങ്കര ഭ്രാന്താണ്. എവിടെ വോട്ടിയത്. ഈ നിങ്ങളുടെ നാട്ടിൽ ചക്ക ഉണ്ടോ ശരിക്കും? ഉണ്ട്. അപ്പൊ ഈ അരക്കൊക്കെ ഞാനവിടെ ചക്ക കണ്ടിട്ടില്ലല്ലോ. അവിടെ ചക്ക ഉണ്ടാ? ചക്ക ഇങ്ങ മാതിരി കൊറേ ഇല്ല, ചില സ്ഥലേ ഉണ്ടാവും. പക്ഷെ അവിടെ അത് ചക്ക കറി ഒലുത്തില് അങ്ങനെ കഴിക്കില്ലേ, അവിടെ നന്നായിട്ട് പഴുത്തില് അങ്ങനെ മാത്രം കഴിക്കും. ഇങ്ങ ചക്ക ചിപ്സ് ഉണ്ടാക്കും, കറി ഉണ്ടാക്കും, അങ്ങ് പല പല ഐറ്റംസ് അല്ലെ അട ഉണ്ടാക്കും. ഇവിടെ വന്നിട്ടാണ് ചക്ക. അമ്മ എപ്പോഴാണ് ഈ വീഡിയോക്കുള്ളിൽ വന്ന് പെട്ടത്? ഓ, അതൊന്നും പറയാം. അവിടെ വെച്ചാൽ ആദ്യം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഇവര് രണ്ടുപേരും വന്നിട്ട് എന്റെ മോന്റെ മോളാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഇവൻ പറയാം അമ്മ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ എന്നാ കെട്ടണ്ട, ഞാൻ പറഞ്ഞു ഞാൻ ഓടി പൈക്കാത്ത എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എങ്ങനെയോ ചക്ക ഇറച്ചി വെച്ചതാന്ന് എനിക്ക് തോന്നുന്നത്. ചക്ക ഇറച്ചി വെച്ചു ഒരു ദിവസം ഇവിടെ വെച്ചപ്പോഴും അന്നാണ് ഇവനത് ഇട്ടത്. അന്ന് തുടങ്ങിയാണ് പിന്നെ വന്നത്. പിന്നെ കമന്റ് ഒക്കെ കണ്ടപ്പോ നമുക്ക് സന്തോഷമായി. നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പറഞ്ഞില്ലേ, ശരിക്കും എന്താ വിളിക്കണേ? ഒന്ന് കാണിച്ചു തരുമോ? എങ്ങനെയാ ഒന്ന് പറഞ്ഞു കൊടുക്കും. സോയി എങ്ങനെ വിളിക്കണേ? എല്ലാവരും എങ്ങനെ വിളിക്കണേ? പേര് എങ്ങനെ? കണ്ണിന് പ്രത്യേകത ഓരോ എല്ലാവർക്കും ഓരോ അടയാളം. ഓ, അതാണ് പല്ല് ഭയങ്കര തള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വിളിക്കും. അപ്പൊ അമ്മച്ചി എലിക്കുട്ടി എന്റെ മൂത്ത മോനെ ഇവിടെ പറഞ്ഞ ലഡു, അവര് ലഡു ഉണ്ടാക്കണം, ലഡു മിച്ചറൊക്കെ അതൊക്കെ. പിന്നെ ഇളയ ചാച്ചനെ വിളിക്കണത് ഡ്രൈവിങ്. സോയിയുടെ ശരിക്കുള്ള പേര് സാനോം ലെപ്ച. സാനോം ലെപ്ച. ഓ, സാനോം ലെപ്ച. ഒരുമിച്ച് വിളിക്കോ അതെ മുറിച്ച് സനോം എന്ന് വിളിക്കും? സനോം ലെപ്ച ഒരുമിച്ചാണോ പറയുന്നത്? പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരുമിച്ചാണോ എന്നാണ് ചോദിക്കുന്നത്. സനോം ലെപ്ച, സനോം ലെപ്ച, ഓ അങ്ങനെയാണ് പറയുന്നത്. നാടിനെ കുറിച്ച് പറയോ? എന്തൊക്കെയാണ് നാട്? വീട്ടില് ആരൊക്കെയാണ്? എന്തൊക്കെയാണ്? വീട്ടില് ചേച്ചി ചേട്ടനും ഉണ്ട്. പിന്നെ അച്ഛനും അമ്മ ഇല്ല, അച്ഛനും അമ്മ മരിച്ചു പോയോ. പിന്നെ വേറെ നാട്ടിൽ എന്താ ഉണ്ട് പറഞ്ഞു? റിലേറ്റീവ്സ് കുറെ ഉണ്ട്. അച്ഛനക്ക് റിലേറ്റീവ്സ് ഉണ്ട്. അമ്മക്ക് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, പക്ഷെ മരിച്ചു പോയോ സിസ്റ്റർ. അപ്പോ പിള്ളേരുണ്ട്, സിസ്റ്റേഴ്സ് ബ്രദേഴ്സും ഉണ്ട്. പിന്നെ അച്ഛനക്ക് ഫാമിലി ഭയങ്കര ബിഗ് ഫാമിലി ഉണ്ട്. പക്ഷെ നമുക്ക് അത്ര ഇതില്ല, കുറച്ച് റിച്ച് ആൾക്കാർ. നമുക്ക് അച്ഛൻ മറ്റേ അങ്ങനെ ഒരു ഇതിലല്ല, എല്ലാരും ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ്, ചാരിറ്റി ടൈപ്പ്. എല്ലാവർക്കും സ്പോൺസർ അങ്ങനെ ആക്കി. അപ്പൊ വർക്കിംഗ് ഇല്ല, മഴയത്തില് വീണ് പിന്നെ പാരലൈസ് ആയി പോയി ആള്. പിന്നെ ഏറ്റവും സങ്കടം വെച്ചാൽ ഇവള് തിരിച്ചു ഇവിടെ എത്തിയപ്പോഴാണ് അച്ഛനോട് മരിച്ചത്. അത് വേറൊരു കാര്യം. പിന്നെ രണ്ടുപേരുടെയും ഈ സംസ്കാര ചടങ്ങിന് പോകാൻ പറ്റിയില്ല ആൾക്ക്. അമ്മയ്ക്ക് ഇതുപോലെ തന്നെ ആയിരുന്നു. എന്നിട്ട് അവിടെ ഒരു മാസം നിന്നു വയ്യാണ്ടായിരുന്നിട്ട്. അമ്മ ഓക്കെ ആയപ്പോൾ വന്നു. പക്ഷെ അവിടുന്ന് ഒരാഴ്ച ആയപ്പോൾ പിന്നെ മരിച്ചു. അത് പോകാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടം ഉണ്ട് ആൾക്ക് എപ്പോഴും. അതെപ്പോ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. പണ്ട് കാര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ മരണ വീട്ടിൽ പോലും പോകാറില്ല. പേടിയുള്ളൊരു കേസാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അത് എപ്പോഴും അയാളെ കുറിച്ച് നോക്കുമ്പോൾ അയാളുടെ പേസ് മരിച്ചെടുക്കണോ അതാണ് നമ്മുടെ ലൈഫ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ എൻ്റെ അമ്മയായാലും ആരായാലും ഞാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആർക്കും പറ്റത്തില്ല. എപ്പോഴും അവളെ കുറിച്ച് അയാള് അപ്പം അയാളുടെ ചിരിച്ച പേസല്ല എപ്പോഴും ഓർക്കുന്നത്. അതാണ് സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ പോവാറില്ല. അത് അങ്ങനെ നമുക്ക് സങ്കടം മാറ്റി വെച്ചാല് ശരിക്കും ഇഷ്ടം വരുമ്പോഴേക്കും എന്താ വിളിക്കുക? അപ്പൂന്നല്ലാതെ ഇഷ്ടപ്പെട്ട എന്തൊക്കെയാ പറയാ? ഇഷ്ടത്തോടുകൂടി നല്ല അടിപൊളിയായിട്ട് പറയും മലയാളത്തിൽ. ഇഷ്ടപ്പെട്ട അപ്പുക്കുട്ട പറയും. അല്ല കുറച്ചുകൂടി ഇഷ്ടം വരും എന്താ പറയാ? അത് നിങ്ങൾ പഠിച്ചു തന്നല്ലോ. പിന്നെ എന്താ അത് ദേഷ്യം വരുമ്പോ പറയും. ദേഷ്യം വരുമ്പോ പറയും. അത് ആള് ദേഷ്യപ്പെടണാണോ നമുക്ക് മനസ്സിലാവില്ല. വേറെ ഇങ്ങനെ പറയുമ്പോ ചിരി വരും. അതാണ് അപ്പൊ ചിലതില് ചില തെറിയൊക്കെ ശരിക്കും അറിയില്ല അല്ലേ? തെറിയുടെ തെറി നല്ല പക്കയായിട്ട് പഠിച്ചിട്ടുണ്ട് മലയാളി. പക്ഷെ ഈ തെറിയുടെ കറക്റ്റ് അർത്ഥവും ഡെപ്തും അറിയണമെന്നില്ല. അത് അറിയില്ല. അതറിയില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്.
അതുകൊണ്ടായിരിക്കും. അല്ല, ഒരാൾ ദേഷ്യപ്പെട്ടിട്ടാണ് ഇവിടെ വാക്ക് ഉപയോഗിക്കണത്. ആണ്. അപ്പൊ ഞാനായാലും ബാക്കിയുള്ളവരും ഇവിടെ കേട്ട് വളരുമല്ലോ. ആ. അപ്പൊ അത് ഇത് ദേഷ്യപ്പെട്ടാണ് ഇത് പറയണത് മനസ്സിലാവും. മനസ്സിലാവും. പക്ഷെ അതിന്റെ കറക്റ്റ് ഡെപ്ത് അറിയുന്നില്ല. correct അത് വിളിക്കാൻ പറ്റും. ഇത് അതുണ്ട്. പക്ഷെ തെറി അങ്ങനെ ഒരുപാടൊന്നും പറയാറില്ല കേട്ടോ. അതുണ്ട്. അതെ, ചെറിയ സംഭവം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. പക്ഷെ അത് വലിയ തെറിയായിരിക്കും നമുക്ക്. നമുക്ക് തോന്നും. പക്ഷെ ഇവള് പറയുമ്പോൾ നമുക്ക് കോമഡി ആയിട്ട് തോന്നും. അതാണ് വേറെ എല്ലാവരും കൂടി ഇതിനെ ചെകുത്തടിക്കും. തെറിയൊന്നും അങ്ങനെ പറയാറില്ല. ഈ വീട്ടിൽ പറഞ്ഞപ്പോ എന്തായിരുന്നു ഇങ്ങനെ ഒരാളിനെ കല്യാണം കഴിക്കാൻ പോകണം? വീട്ടില് പറയുമ്പോ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ പറഞ്ഞു അത്ര ദൂരല്ലേ, എന്താ സംബന്ധിച്ചാല് പിന്നെ നമുക്ക് വരാന് പറ്റൂല. പിന്നെ നമുക്ക് ഫ്ലൈറ്റിക്ക് അത്ര റേറ്റ് അല്ലേ ഫ്ലൈറ്റിക്ക്. അപ്പൊ നമുക്ക് പറ്റുന്ന വരൂല പറഞ്ഞിട്ട് കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. ചേട്ടനും പറഞ്ഞു വേണോ അത്ര ദൂരല്ലേ. അമ്മ ചേട്ടനും അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അപ്പുക്കുട്ടൻ നല്ല പാവമുണ്ട്, നല്ല ഹസ്ബൻഡ്, കുറവുണ്ടാവൂലേ. സോപ്പിട്ട് കുറവുണ്ടാവില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ മാരേജ് ചെയ്തോ. മാരേജ് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ ആൾക്കാർ ആരും വരാൻ പറ്റില്ല. വരാൻ പറ്റൂലോ. അവിടെ ഫെബ്രുവരിയിലെ പ്ലാൻ ചെയ്ത നവംബറിലെ കല്യാണം നടത്തിയ. ഇവിടുത്തെ നമ്മുടെ മരുമോൾക്ക് ബാറിലായിരുന്നു. അപ്പൊ അത് സീസാറിന് മുമ്പ് കല്യാണം നടത്തി. അതിന്റെ ഒരു ഇതായിരുന്നു. അപ്പൊ അവിടെ വീട്ടിൽ പോയി പറയുന്ന ഒരു സാധനം ഞാൻ ഒന്ന് ഊഹിക്കുകയാണ്. അപ്പുക്കുട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ആളാണ്, ഭയങ്കര രസമായിട്ട് എന്നെ സ്നേഹിക്കും, ഭയങ്കര സന്തോഷിപ്പിക്കും എന്നെ എന്നുള്ളത് നേപ്പാളി ഭാഷയിൽ എങ്ങനെയാ അവിടെ പറഞ്ഞതെന്നൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു. ഞാൻ കേട്ടില്ല, പറഞ്ഞേ. अपुकुटा राम्रो छ, मलाई धेरै माया गर्छ, मलाई राम्रोसँग हेर्छ लाइफमा. ഇനി അത് ട്രാൻസ്ലേറ്റ് ചെയ്യും, മലയാളത്തിൽ പറഞ്ഞു. അപ്പുക്കുട്ടൻ നല്ല ഉണ്ട്, എനിക്ക് കുറെ ലവ് ചെയ്യും, സ്നേഹം ചെയ്യും, എനിക്ക് നന്നായിട്ട് നോക്കും. അതുകൊണ്ട് എനിക്ക് അയാളുടെ കൂടെ കല്യാണം കഴിക്കണം. ഇങ്ങനെയൊക്കെ തന്നെയാണോ പറഞ്ഞേ? അതേ ഉടക്കിട്ടാണോ സംസാരിച്ചത്? ഇല്ല അങ്ങനെ തന്നെ. മര്യാദയ്ക്ക് പറഞ്ഞു. പക്ഷെ എനിക്ക് നേപ്പാളി എന്താ പ്രശ്നം അറിയോ, ഇപ്പോ 11 years ആയി മലയാളം സംസാരിച്ച് എനിക്ക് ഭാഷയായി മലയാളം പഠിച്ച് 3 വർഷമായി. പക്ഷെ ഇപ്പം നേപ്പാളി മറന്നു പോവില്ലേ. എനിക്ക് എന്താ പെറ്റിനെ പറയുമ്പോ സ്റ്റക്ക് അങ്ങനെ വരും. മലയാളത്തിലെ സിനിമയോ പാട്ടോ ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? സിനിമ നോക്കും, എല്ലാ സിനിമ ഇഷ്ടം. അത് പണ്ടേ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ലവ് ടൈം കൊറേ മൂവീസ് കൊണ്ടുപോകും എനിക്ക്. അങ്ങനെ എനിക്ക് തമിഴ്, മലയാളം, ഇംഗ്ലീഷ് ഒക്കെ മൂവീസ്. ഇപ്പൊ അടുത്ത ദിലീപേട്ടനായിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തങ്കമണി എന്ന് പറയുന്ന പടം ഇറങ്ങാൻ പോകുന്നുണ്ട്. ദിലീപേട്ടൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണോ കണ്ടത്? എവിടെ വെച്ചാ കണ്ടത്? ദിലീപേട്ടനെ കണ്ടത് എവിടെ വെച്ചിട്ടാ? ഞാൻ അവിടെ ഭദ്രക്ക് ഇന്റർവ്യൂല് ആ ടൈം ഇന്റർവ്യൂല് വിളിച്ചായിരുന്നു സിനിമ ചെയ്യാൻ. അപ്പൊ ഞാൻ പോയി. അങ്ങനെയാണ് കണ്ടത്. ദിലീപേട്ടന്റെ സിനിമയാണോ ഇഷ്ടം? CID മൂസ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഡയലോഗ് പാട്ട് അങ്ങനെ ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് ദിലീപ് ചേട്ടൻ മൂവി കണ്ടു ഭയങ്കര സന്തോഷം, ഭയങ്കര നമുക്ക് ചിരി, ഭയങ്കര സന്തോഷം. നമുക്ക് മൂടേ മാറും. അപ്പൊ ഞാൻ ഒക്കെ മൂവീസ് കാണും. പിന്നെ ഈ മൂവീസ് പുതിയ മൂവി വരണുണ്ടല്ലോ, തങ്കമണി വരുന്നുണ്ട്. അത് പിന്നെ അടുത്ത ഏപ്രിലിൽ വരണം. അതും ഏപ്രിലേക്ക് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ഉണ്ട്. അപ്പൊ ഇത് അടുത്ത ഞാൻ പോയി നോക്കാം. ഈ വരാൻ പോകുന്ന സിനിമ അത്ര കോമഡി അല്ല. അതെ, ഏപ്രിലേക്ക് ഭയങ്കര കോമഡി ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര വെയിറ്റിംഗ് ഉണ്ട്. കുഞ്ഞ് ഇപ്പൊ എത്ര പ്രായമായി? കുഞ്ഞി ഈ മാർച്ച് 3-ാം തീയതി 4 വയസ്സാവും. അയാൾ ഏതൊക്കെ ഭാഷ സംസാരിക്കും? മലയാളം, പഞ്ചമലയാളം, പിന്നെ അവൾക്ക് സ്ലാങ് ലാംഗ്വേജ് അറിയാം. പിന്നെ ഈ പറയുന്ന ഇത് പഠിപ്പിക്കുന്നില്ല, നേപ്പാളി പഠിപ്പിക്കുന്നില്ല? നേപ്പാളി പഠിപ്പിക്കുന്നു. പക്ഷെ ഞാൻ പറയൂലല്ലോ, അപ്പൊ കൊച്ചക്കൻ പഠിക്കില്ല. നാട്ടിക്ക് പോകുമ്പോ എന്റെ ചേച്ചി എല്ലാരും ആ ടൈം സംസാരിക്കും. എന്റെ ചേച്ചിക്ക് എന്റെ കൊച്ചെ ബേഡി പറയും, ബേഡി. അപ്പൊ അവള് ബേഡി അങ്ങനെ വീഡിയോ കോൾ ചെയ്യുമ്പോ പറയും, ബേഡി പറയും. ലാസ്റ്റ് ടൈം നമുക്ക് ഇത് പോയായിരുന്നു കൊടൈക്കനാൽ, പിന്നെ ലാസ്റ്റ് ടൈം പോയി വയനാട് ഇല്ല, വാഗമൺ പോയപ്പോ അവിടെ സ്ഥലം കണ്ടപ്പോ ഇതിന് എന്റെ ബേഡിക്ക് വീട് അല്ലേ പറഞ്ഞു. നമുക്ക് വയനാട് അവിടെ സ്ഥലം സെയിം അല്ലേ. അപ്പൊ പറഞ്ഞു ഇത് ബോഡിക്ക് വീട് അല്ലേ, ഫ്ലൈറ്റിൽ വന്നോ പറഞ്ഞു. അപ്പൊ അയാളെ തമിഴും ഹിന്ദിയും നേപ്പാളിയും ഒക്കെ പഠിപ്പിക്കൂ?
അതുകൊണ്ട് വെച്ചാൽ ഞങ്ങള് ബുദ്ധിമുട്ടി പോയി കൂട്ടണം. പക്ഷെ അയാൾക്ക് അത് ഗുണപരമാവും. അല്ല, ഇയാൾക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ സ്നേഹിക്കാൻ പറ്റും. കുറച്ചുകൂടെ അപ്പൊ കുറച്ചുകൂടെ ഭാഷ പഠിപ്പിക്കും. അതില് എന്റെ വിജയനോട് ഞാൻ താങ്ക്സ് പറയണം. അതെ, വിജയന്റെ പടം കണ്ടു അങ്ങനെ ആയി പോയത് അവള്. പിന്നെ എന്താ കൊച്ചിന്റെ കലാപരിപാടികളാണ് ഈ ചുവരിലൊക്കെ കാണുന്നത്. അടിപൊളി. ഇപ്പൊ ഈ പ്രായത്തിൽ വരയ്ക്കേണ്ടതാ ഇങ്ങനെ എന്തായാലും വരക്കട്ടെ. അല്ലെ, റെസ്ട്രിക്ട് ചെയ്യരുത്. കാരണം ഇത് നമ്മള് പേപ്പറിലേക്ക് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അറിയില്ല. ആ പ്രായത്തിൽ ചുവരിൽ വരയ്ക്കാനാണ് തോന്നുന്നതെങ്കിൽ അത് അങ്ങ് പ്രോത്സാഹിപ്പിച്ചു വിടാതെ വരച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെയിന്റ് ചെയ്താൽ മതി. കൊച്ചിനൊരു ഹൈറ്റ് വലുതാകുമ്പോൾ നമുക്ക് ചെയ്യാൻ മതി. അതിന് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് എല്ലാ വീട്ടിലെ അവസ്ഥയാണ്. ഇത് നമ്മൾ പേപ്പറിലേക്ക് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്രിയേറ്റിവിറ്റിയെ ബാധിക്കും. അയാളുടെ ഒരു ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ചുവരിൽ വരയ്ക്കുക. അപ്പൊ അതിനെ നമ്മൾ വെറുതെ റെസ്ട്രിക്ട് ചെയ്ത് അലമ്പാക്കരുത് എന്നുള്ളതാണ്. ഭയങ്കര രസമല്ലേ ഇത് കാണാൻ? അല്ല, ഭംഗിയില്ലേ? നമുക്ക് തോന്നുന്നു ഇത് ഭംഗിയിലാണ്, പക്ഷെ അയാൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടാവും. എനിക്കും ഇത് ആസ്വദിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അല്ല, ഞാനും തന്നെ ആലോചിക്കണം. കാരണം ഇത് ഫുള്ള് പെയിന്റ് അടിക്കുമ്പോണ്ടല്ലോ, അവിടെ കുറച്ച് ഭാഗം പെയിന്റ് അടിക്കാണ്ട് വെക്കാനുള്ള പരിപാടിയാണ്. അല്ല, അയാൾക്ക് സ്പേസ് വേണമെങ്കിൽ വിട്ടു കൊടുക്കാം. പക്ഷെ അത് പെയിന്റ് അടിക്കാത്ത ഭാഗത്തെ അയാൾ വരയ്ക്കണമെന്നില്ല. അത് ചിലപ്പോൾ സ്റ്റൂൾ ഓർമ്മയ്ക്ക് വേണ്ടിട്ടേ അത് നല്ലതാണ്. അങ്ങനെയൊന്നും അത് ആ ക്രിയേറ്റിവിറ്റി അങ്ങനെ തന്നെ നിന്നാലേ ഭാവിയിൽ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അടിപൊളി. എന്തായാലും പൊളിയായിട്ട് പോട്ടെ. എനിക്ക് ഏതെങ്കിലും ഒരു നേപ്പാളി എന്തെങ്കിലും ഒരു സെന്റൻസ് പഠിപ്പിച്ചു തരുമോ? ടങ് ട്വിസ്റ്റ് ഒക്കെ പറയുമോ? ഞാൻ പറയുന്നത് ടങ് ട്വിസ്റ്റ് പറയാൻ പറ്റുമോ? അറിയില്ല. പരീക്ഷിക്കട്ടെ. പരീക്ഷിച്ചാ പറയുമോ? നോക്കട്ടെ. ഒരു സ്പീഡ് സാധനം ഞാൻ പറയാം, എന്നിട്ട് ഞാൻ പതിയെ ഞാൻ പറഞ്ഞുതരാം. കളകള മുഴുകും ഒരു അരുവിയിൽ അലകളിൽ ഞാനത് പതിയെ പറഞ്ഞുതരാം. സ്പീഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് പാടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കളകള മുഴുകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിൽ ഒരു പുളകം കരളിലും കരളിലും മലരുതൽ ഉതിരുമൊരു അളികുലം ഇളകിയ ചുരുളകം എന്നാണ്. ഇതിങ്ങനെ പറയണ്ട. കളകള ഒഴുകുമൊരു അരുവിയിൽ അലകളിൽ, അത്രയും പറയാൻ പറ്റുമോ? കളകള ഒഴുകുമൊരു അരുവിയിൽ അലകളിൽ, കളകള ഒഴുകുമൊരു അരുവിയിൽ അലകളിൽ, കളകള മുഴുകും ഒഴുകുമൊരു അരുവിയിൽ അലകളിൽ. അയ്യോ, പറ്റില്ല. ട്രൈ ചെയ്ത് നോക്കാം. കളകള ഒഴുകുമൊരു അരുവിയിൽ അലകളിൽ, കളകളം മുഴുകു അലകിര്. ഞാൻ ഓരോ വാക്കായിട്ട് പറയാം. കളകളം ഒഴുകുമൊരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. പക്ഷെ ഞാൻ മറന്നു പോയില്ലോ. അല്ല, അത് കുഴപ്പമില്ല. എന്താ വെച്ചാല് ഇത് ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ പഠിച്ചെടുത്ത ഒരു സാധനമാണ്. ഞാനും എന്റെ മോളും കൂടെ പഠിച്ചപ്പോ ആദ്യം മോള് പഠിച്ചു, പിന്നെയാണ് ഞാൻ പഠിച്ചത്. അതൊന്നും കുഴപ്പമില്ല. ഇത് ടങ് ട്വിസ്റ്റ് എല്ലാവർക്കും പറയാൻ പറ്റണമെന്നില്ല. മലയാളികൾക്ക് അത് പറയാൻ പറ്റില്ല. ഇപ്പൊ നേപ്പാളി എന്റെ അടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ അനുഭവിച്ച് ചീട്ടും മാറ്റി പറ്റില്ല സാറേ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. എന്തായാലും ഭാഷയൊന്നും സ്നേഹത്തിന് നേപ്പാളി പറയിപ്പിക്കും. ചേട്ടക്ക് പേര് എന്താ അല്ല, എന്താണ് ചോദിക്കണം? दाजु तपाईको नाम के हो? दाजु तपाईको नाम के हो? दाजु तपाईको नाम के हो? नाम के हो എന്നാണോ? അതിൽ നാം കേക്കോ. नाम के हो. നാം ഉണ്ട് അതിനകത്ത്. നാം के हो. क्या है എന്ന് ചോദിക്കുന്നതിന് പകരം के हो. क्या है हिंदी के हो. അപ്പോ ഒരിക്കൽ പറയൂ. दाजु तपाईको नाम के हो? दासു तपाईको नाम के हो. നല്ല പേരെന്താണ്? പേര്? എന്തായാലും ഈ സ്നേഹത്തിന് ഭാഷയുടേതായ അതിരുകളൊന്നുമില്ല. ഒരു തരത്തിലുള്ള അതിരുകളുമില്ല. ആ അതിർത്തികൾ ഭേദിച്ച കുടുംബത്തെ കാണുമ്പോൾ, ഇവരുടെ ജീവിതം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. താങ്ക് യു. അടിപൊളി. പൊളിക്കാട്ടോ. തുടര്. ഓക്കെ, താങ്ക് യു. എങ്ങനെ പറയാം നിങ്ങളുടെ ഭാഷയിൽ? ഇങ്ങനെ ഇവിടുന്ന്. താങ്ക് യു. ഓ, വെൽക്കം. ഇത് സ്നേഹത്തിന്റെ കാലഘട്ടത്തിൽ കൊടുത്തതായിരിക്കും. അത് സ്നേഹത്തിന് കാലഘട്ടം. കാരണം ഇവളുടെ ലവിനൊക്കെ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞില്ലായിരുന്നു. പറ്റിക്കലാണ്. പക്ഷെ അത് ഇവളിവിടെ വന്നു കഴിഞ്ഞ് ഏപ്രിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അയച്ചു. അപ്പം ഞാനും ഒന്ന് അയച്ചു കൊടുത്തത് മോശമല്ലേ. അപ്പം അതുകൊണ്ട് ഞാനിത് അയച്ചു കൊടുത്തത്. അപ്പോൾ ഇത് അയച്ചു കൊടുത്തു. പിന്നെ ഞാനിത് കാണുന്ന 3 വർഷം ശേഷം ഇവിടെ എൻ്റെ അടുത്ത് കാണുമ്പോൾ ഷോക്കായിപ്പോയി. ഇത് ഇത്രയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടേ. സോയി പറഞ്ഞേ, ഇതിന്റെ ഓർമ്മ പറഞ്ഞു.
ഇത് ഞാൻ ഫസ്റ്റ് ടൈം അപ്പുക്കുട്ടാക്ക് മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടി വന്നായിരുന്നു 2014 ഓ അപ്പൊ ആ ടൈം എടുത്തായിരുന്നു എടുത്ത ഫോട്ടോ ഫോട്ടോയാണ് മൊബൈലില്. ആ മൊബൈലില്. അപ്പൊ ഇത് അപ്പുക്കുട്ട അതേ സ്വന്തം ബ്ലഡില് അപ്പു ട്രൂ ലവ് കാണിക്കണ്ടേ. ഓ അങ്ങനെ എഴുതിയതാണ്. ഇത് ബ്ലഡ് അപ്പുക്ക് ബ്ലഡ്. അപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഭയങ്കര കഷ്ടപ്പെട്ട് ബ്ലഡ് ചെയ്തിട്ടുണ്ട്. ഒഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടൂല. പിന്നെ ഇത് ഒക്കെ ചോര പുഴ ഒഴിക്കാണ് ഇത് പിടിച്ചെടുത്തത്. ആ ഇതൊക്കെ ഞാനാണ് പറഞ്ഞ് വിശ്വസിക്കില്ല. പിന്നെ ഇത് ഒക്കെ അപ്പുക്കുട്ട. ഇതൊക്കെ ഓർമ്മകൾ പറയൂ. ഇത് ഏത് ടൈമിലൊക്കെ ഉള്ളതാ? ഇത് ഞാൻ 2013 കോയമ്പത്തൂരിൽ വർക്കിംഗ് ഉണ്ടായിരുന്നു. ഇത് അപ്പുക്കുട്ട 2014 ഇതൊക്കെ ഞാനും ഉണ്ട്. അപ്പൊ ഈ ഫോട്ടോയില് ഞാൻ ലൈക്ക് ചെയ്താണ് അപ്പുക്കുട്ട. ഈ ലൈക്കിലാണ് ഈ ഫോട്ടോയിൽ ലൈക്കിലാണ് ലൈക്ക് ഓ, ചെയ്താണ്. ഇതാണ് ചരിത്ര ഫോട്ടോ. ഇതാണ് ചരിത്ര ഫോട്ടോ. ഈ ഫോട്ടോ ലൈക്ക് ചെയ്തപ്പോഴാണ് ഇതോടുകൂടിയാണ് ജീവിതം മാറി മറിഞ്ഞത്. ആരെടുത്തതാണ് ഈ ഫോട്ടോ ലൈക്ക് ചെയ്യുമ്പോ ഫ്രണ്ട് എടുത്തത്? ആ ഫ്രണ്ടിന് ഒരു എന്തെങ്കിലും അന്ന് വാങ്ങിച്ചു? ഫേസ്ബുക്കിൽ ട്രെൻഡിങ് അല്ലേ ഫോട്ടോസ് ഫേസ്ബുക്കില്. ഓ അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് ജസ്റ്റ് ഫസ്റ്റ് ടൈം ഒരു സ്റ്റൈലിസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് അത് ലൈക്ക് കിട്ടിയത് വിചാരിച്ചില്ല. പിന്നെ ഇത് ഒക്കെ ഫസ്റ്റ് മീറ്റ് അപ്പുക്കുട്ടാക്കിട്ട് ഇത് പിന്നെ ഇത് സെൻട്രൽ മാളില് കേട്ടോ. ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ ഇതൊക്കെ ഞാൻ കണ്ടാ പറയില്ല. അപ്പൊ അതാണ്